Hallelujah. ആമേൻ. ഓരോ ദിവസവും നാം ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കണം. Each and every day we should listen to the word of God carefully. ആമേൻ. ദൈവത്തിന്റെ വചനം നാം അനുസരിക്കാതെ ഇരിക്കുമ്പോൾ, And when we don't obey the word of God, ആമേൻ, അനുസരിക്കാതെ ഇരിക്കുമ്പോൾ, and when we don't obey the word of God, ആമേൻ, പിശാച് ആ ഏരിയയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. and Satan will start to work in that area. Praise the Lord. Hallelujah. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. And it should never happen in our life. ക്രിസ്തീയ ജീവിതം ഒരു തമാശയായിട്ടുള്ള ജീവിതമല്ല. Don't take Christian life lightly. It's not a joke. കഴിഞ്ഞ 6 ദിവസം നമ്മുടെ പ്രാർത്ഥന രാത്രിയിലും പകലൂടെ കഴിഞ്ഞു. And we had a prayer meeting last 6 days, morning and evening in this church. ആമേൻ. പകല് ഞാൻ പഠിപ്പിച്ചത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. And morning I taught about loving God. പിന്നെ ഞാൻ പറഞ്ഞത് അകത്തെ മനുഷ്യനെ കുറിച്ചൊക്കെയാണ്. Then I talked about the inner man. ഇതുവരെ തീർന്നിട്ടില്ല. It is not completed. It's not over yet. ആമേൻ. അതിനുശേഷം ദൈവദാസൻ വന്ന് നമ്മൾ ശക്തമായി ദൈവത്തിന്റെ വചനം അതിനോട് ചേർന്ന് തന്നെ പ്രസംഗിപ്പാൻ. And then the servant of God came and connecting with the same messages, he started preaching again. ആമേൻ. സ്വതന്ത്രം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാണ്. And all these things is beneficial to our life. അധിക പേര് നമുക്കില്ലെങ്കിലും And we don't have much people here. ഉള്ളവർ ആത്മീയമായി നാം ഉണർന്ന് ബലപ്പെടണം. Those who are here, we should be awakened in spirit and should be strengthened. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Let's all stand up in the presence of God. ചില നിമിഷം കൊണ്ട് ദൈവത്തെ നമുക്ക് A ആരാധിക്കാം. few more minutes we'll worship God. ഹല്ലേലൂയ. Hallelujah. ഓ റിവലബലവശല്ലിദിഗി. ആമേൻ. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനായി ഒരു നല്ല ഒരു മനസ്സുണ്ടാകട്ടെ. Mentally prepared. Let we have a good heart. Let us surrender ourselves to the presence of God. Let we have a good heart to worship Him. വേറെ ചിന്തകളൊന്നും ഉണ്ടാകില്ല. We should have no other thoughts in our mind. യേശുവിനെ ആരാധിക്കണം. I would like to worship Jesus Christ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ചഞ്ഞ കേൾക്കുന്നുണ്ട് കാതുകളില തൻ സൗരഭ്യം പരക്കുന്നുണ്ടി തിരുക്ഷത്തിൽ തിരുസാന്നിധ്യം ദർശിക്കുന്ന കണ്ണുകളാലി ആത്മ കണ്ണുകളാലി ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൽക്കാലൊച്ചനം കേൾക്കുന്നുണ്ട് കാതുകളിൽ ആത്മ കണ്ണുകളായി കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉറവിടമേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് കരുണയുടെ നാമത്തിൽ കൊടുത്തു എല്ലാം സാന്നിധ്യം വരുമെന്നവർ ചൊന്നതല്ലയോ നാമത്തിൽ കൊടുത്ത തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉറവിടമേ കൃപവേണമപ്പ 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 ഓ അന്തര മാറുന്നു വെളിച്ചം വീശുന്നു ക്രിസ്തുമുഖം ക്രിസ്തീയത തകർന്നു പോകുന്നു കൃപ 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 എന്ന് അതു ചൊല്ലാമേ പർവ്വതങ്ങൾ അഖിലെ ഭൂമി അകുന്നു അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു ക്രിസ്തുമുഖം ക്രിസ്തീയത തകർന്നു പോകുന്നു കൃപ 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 എന്ന് അതു ചൊല്ലാമേ പർവ്വതങ്ങൾ അഖിലെ ഭൂമി അകുന്നു കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയനേ കൃപയുടെ ഉടയനേ കൃപയുടെ
ചെയ്യുന്നു, നിന്റെ നന്ദത്തിൽ നൃത്തം ചെയ്യുന്നു, നിന്റെ സ്വരം മാറുന്നു, കേൾക്കുന്നു, നിന്റെ നന്ദത്തിൽ നൃത്തം ചെയ്യുന്നു, ആ സന്തോഷം നിറയുന്നു തരംഗത്തിൽ ഒരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആമേ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ദൈവവചനവും ആമേ ദൈവിക കൃപയുടെ ശുശ്രൂഷകളും ദൈവം അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ആ ശുശ്രൂഷ കഴിഞ്ഞ 2 ദിവസമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പകലും നാം അത് അനുഭവിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. എല്ലാവരും കണ്ണുകളെ കൈകളെ അടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലുതും ഭയങ്കരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇളയവനെ ഒരു പ്രാവശ്യം കൂടി കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ, പ്രിയ അമ്മമ്മ, പ്രിയ കുഞ്ഞുങ്ങൾ, അതുപോലെ ദൈവസഭയുടെ നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരിമാർ ഏവരോടുമുള്ള പ്രത്യേകമായ എൻ്റെ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. And all in the matchless name for Lord and Savior Jesus Christ. കഴിഞ്ഞ നാളുകൾ കടന്നു വരുമ്പോഴൊക്കെ കർത്താവദാസനോട് പറയുമായിരുന്നു, അടുത്ത പ്രാവശ്യം ദൈവദാസൻ വരുമ്പോൾ ചില അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുമെന്ന്. Praise the Lord. The last time when Pastor came, our pastor had mentioned that next time God is going to do great and mighty things. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കടന്നു വരുമ്പോൾ The last time when he came, പ്രിയ കർത്താവദാസൽ കൂടി ദൈവാത്മാവ് ശക്തമായ ഒരു അഭിഷേകം എന്നിലേക്ക് പകർന്നു നൽകുവാനിടയായി. praise the Lord, I did an impartation of the Holy Life. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Praise the Lord. ഓരോ ദിവസവും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങൾ നമ്മൾ മാറ്റപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. God desires that, each and every realm that the Lord takes us through, we need to bring about changes within our lives. അതിനുവേണ്ടി ദൈവം ചില വ്യക്തിത്വങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. Praise and God will enable in our life's journey. In order for us to progress in our spiritual life, God will enable us to meet up with different people. Hallelujah. Hallelujah. ഏലിയാവ് എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവം ഒരുക്കിയ ഒരു അനുഭവമുണ്ട്. Elijah, what he needs to accomplish in his life, God had already pre-planned years ago. അവന് വേണ്ടി ഒരു എലീശയെ അവന്റെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവന്നു. And God brought in Elisha before him. അവിടെ ഒരു പ്രോസസിംഗ് നടക്കുന്നു. ഏലിയാവിൽ നിന്ന് എലീശയുടെ മേൽ ഒരു പുതപ്പ് വീഴുന്നുണ്ട്. God ensured that in the pathway of Elijah, and Elisha should come, and that Elisha should have an impartation of the anointing that's in Elijah. എന്നാൽ എലീശ ആ സമയത്ത് കാളകളുമായി തന്റെ കൃഷിസ്ഥലത്ത് നിൽക്കുന്ന സമയമായിരുന്നു അത്. This was a time when Elijah was plowing the flock. He was plowing the land with all the oxen that he had. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ചില ഇടങ്ങളുണ്ട് എങ്കിലും ദൈവം തന്റെ ദാസന്മാരിൽ കൂടി പകർന്നു തരുന്ന ഒരു അഭിഷേകമുണ്ട്. Praise the Lord. Even though we are from different places, there is an anointing and impartation that the Lord gives to the men of God into our lives. Hallelujah. Hallelujah. ഇന്ന് പകൽ നമ്മൾ ഇരിക്കുന്നത് ഒരു കൃഷിയിടത്തിലല്ല. Today we are not seated in a place where it's like a field. നമ്മൾ ഇരിക്കുന്നത് ഇന്ന് ദൈവാലയത്തിനകത്താണ്. Praise the Lord. We are seated in the presence of God, in the church of God. ഇവിടെ 2-3 പേർ എന്ന നാമത്തിൽ എവിടെ കൂടി വന്നാലും, where 2 or 3 gather in my name, അവരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. Praise the Lord. There is a presence which descends there in the place where 2 or 3 gathered in His name. അത് ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ അധികം വർദ്ധിക്കുന്ന ആത്മശക്തിയാണ്. Praise the Lord. It is not the power which is limited, but it increases with each passing day. Hallelujah. Hallelujah. ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മുടെ ദൈവസഭയ്ക്കകത്തുണ്ട്. God's presence is here in the midst. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ക്ഷേമത്തോടെ വന്നിരുവാൻ ദൈവം അവസരമൊരുക്കി. God enabled the man of God to come from Kerala. He left Kerala on Thursday and he reached here on Friday in the morning. ദൈവകൃപയാൽ വെള്ളിയാഴ്ച തുടങ്ങി ഈ ഉച്ചവരെയുള്ള സെക്ഷനിലും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അവസരങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. Friday, Saturday and today, God enabled the man of God to share from the word of God.
കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. And God willing, I will be returning back to Kerala this evening. എന്നാൽ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിച്ചതുപോലെ, Like the man of God, our pastor introduced Pastor Joy the other day. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ദൈവദാസന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. The other day they were sitting in the office. ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്താണ് കർത്താവിന്റെ ദാസൻ നേരത്തെ പറഞ്ഞ ഒരു ദൈവശബ്ദം ദൈവാത്മാവ് അറിയിക്കുവാനിടയായത്. And when they were speaking, sitting in the office room and speaking after the morning session, that's when Spirit of the Lord started speaking to the man of God. അതൊരു ദൈവശബ്ദം തന്നെയായിരുന്നു. It was indeed the word of God. നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് നാളെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആത്മാവ് നമ്മെ ഒരുക്കുകയാണ്. Praise the Lord. The reason why we are being sustained every day is not because of for any other reason, but that we should go from glory to glory till eternity. ഹല്ലേലൂയ. Hallelujah. എന്നാൽ അതിനകത്തേക്ക് നമ്മെ പ്രവേശിപ്പിക്കേണ്ടതിന് ദൈവം ചില സന്ദർഭങ്ങൾ നമ്മളെ ഞെരുക്കും. Praise the Lord. Hallelujah. In order for us to go from glory to glory, from spirituality to spirituality, God will ensure that you encounter problems in your life on a daily basis. ഹല്ലേലൂയ. ആ ഞെരുക്കം നമ്മെ ദൈവകൃപയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. Praise the Lord. That curbing or that struggle that comes within you, it enables you to grow more in the Lord. ഹല്ലേലൂയ. നമ്മൾ ചില സന്ദർഭങ്ങൾ ശാരീരികമായി ബലഹീനരായി പോകും, രോഗികളായി പോകും. At times we grow weak in our bodies. We feel very weak within ourselves. ആമേൻ. ആ സമയത്ത് ശത്രു നമ്മുടെ മേൽ ജയമെടുക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം നമ്മെ സൗഖ്യമാക്കി. Hallelujah. At that time when problems come into your life, when your health fails you, then understand that is when His power is manifested more in your lives. ഹല്ലേലൂയ. Amen. ചില സന്ദർഭങ്ങൾ നമ്മളെ ചുറ്റുപാടുകൾ നിന്ദിക്കുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. There might be circumstances where people despise you, they accuse you for no reason at all. എന്നാൽ 23-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം പറയുന്നു, എന്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. Psalms 23 verses 5 said, Thou prepares a table before me in the presence of my enemies. ഹല്ലേലൂയ. Amen. നിന്ന വരുന്നത് നിനക്ക് വിരുന്നൊരുക്കുവാൻ വേണ്ടിയാ. Praise the Lord. Accusations come against you, blaspheming comes against you, and you should understand it's to lift your head on high. That's the reason all this comes. ഹല്ലേലൂയ. Amen. അങ്ങനെയെങ്കിൽ 86-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, Psalms 86 verse 17 says, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് In നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ. Lord, give me as a sign that whatever comes into my life would turn out to be good. For that I need a sign. ആമേൻ. അങ്ങനെയെങ്കിൽ നിന്ന അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് അവസരം ഒരുക്കി തരികയാണ്. Praise the Lord. When you are being despised, when you are being insulted, God is giving you a time wherein you need to spend more time in His presence. അത് കേട്ട് തളരുവാൻ വേണ്ടിയല്ല ദൈവം നിന്നെ Praise the നിന്നേൽപ്പിക്കുന്നത്. Lord. Many times you go through many problems, not for you to grow faint in your spiritual life, but rather that you would grow stronger. ഹല്ലേലൂയ. Amen. നമ്മുടെ ചുറ്റും ഒരുങ്ങുന്ന സാഹചര്യങ്ങൾ ദൈവത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. Praise the Lord. Whatever you're going through in your life, you need to remind the Lord of that. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. അവിടെ നമ്മൾ നിരാശപ്പെട്ട് ഒതുങ്ങി പോകരുത്. This is not the time when you need to be disappointed, but rather you need to grow more. നമ്മൾ ഒതുങ്ങിപ്പോയാലാണ് ശത്രു തന്റെ പദ്ധതിയെ നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. Praise the Lord. When you fail, when you get discouraged, when you go into despair, understand that's the time the devil says, yes, I have won the battle against the person. ഹല്ലേലൂയ. എന്നാൽ നമ്മളും ചിലപ്പോൾ ഏലിയാവിനെ പോലെ ചിലത് കേട്ട് ഒതുങ്ങി ചൂരച്ചെടിയുടെ തണലിലേക്ക് ഓടുന്നുണ്ട്. Praise the Lord. The word of the Lord says Elijah was a man like us. Even we, like Elijah, at times we hear we do great deeds for the Lord, but then when we hear just a small accusation or something which hurts us, we grow faint within. ഹല്ലേലൂയ. Amen. ഏലിയ വിചാരിച്ചു ഈ വഴി ആർക്കും അറിയില്ലെന്നാണ് കരുതിയത്. Elijah thought, the way that I'm going to take, nobody knows. കുറച്ചു ദൂരം ഏലിയാവും ബാല്യക്കാരനും കൂടി നടന്നു. അതിനുശേഷം ബാല്യക്കാരനെ ഒഴിവാക്കി. So Elijah thought, okay, Elisha, I'm going to go my way. He never thought anybody is going to follow him. But sure enough, Elisha did, and so did the disciples know. അപ്പോൾ ബാല്യക്കാരനും അതുവരെയുള്ള യാത്രയെ ഏലിയാവിനെ കുറിച്ച് അറിയാവൂ.
So even the disciples, they knew that Elijah is going to go away from here. That is all that they knew. അതിനപ്പുറം ഏലിയാവ് എങ്ങോട്ട് പോയി എന്ന ബാല്യക്കാരനും അറിയില്ല. Even those disciples that were there with him, Elijah's disciples, Bible says, they did not know where he went. മാനുഷികരമായ നിരാശകൾ ഉണ്ടാകുമ്പോ കടന്നു പോകുന്ന പാത മനുഷ്യർക്കറിയില്ലായിരിക്കാം, എന്നാൽ അറിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. When you go through disappointments in your life, people might not know the path that you're treading upon on a daily basis. They just see you as you are, but they don't know what you're going through. But the one that sees you is the one that knows you. Hallelujah. Hallelujah. അതിന് തെളിവാണ് As an evidence, ഏലിയാവ് കിടന്നുറങ്ങിയ ഇടത്ത് ദൂതനെ ദൈവം അയച്ച് കരുതുകയാണ്. praise the Lord. In order to know whether the Lord sees you or not, Elijah, when he was lying down saying under the broom tree that I'm going to die, I'm not more worthy than my ancestors, when he lay down there to die, the angel of the Lord came and gave him food to eat. ഹല്ലേലൂയ. അവിടെ ആമേൻ, ദൂതൻ വെറുതെ വന്നതല്ല, അവന് മുൻപിലോട്ട് പോകുവാനുള്ള ചില ദൈവിക പദ്ധതികളുടെ ഒരുക്കത്തോടെയാണ് ദൂതൻ അവിടേക്ക് വന്നിരിക്കുന്നത്. The angel of the Lord did not just come to pay him a visit, but rather he came in order to prepare him, give him something which is needed to strengthen him to travel for the next remainder of the days. ഇന്ന് രാവിലെ ആത്മാവ് നമ്മോടൊരു ദൈവശബ്ദം അറിയിക്കുന്നു. The Spirit of the Lord tells us, ശത്രു നിന്ദിച്ച സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുവാൻ ശ്രമിക്കരുത്. ദൈവം ചിലതിനെ കരുതുവാൻ പോകുകയാണ്. praise the Lord, in the place where the devil insults you, many times you see in this particular realm of my life, I'm being despised the most, but don't run away like a coward, but stand strong, and in the due time he will exalt you. Hallelujah. Amen. ആരെ ദൈവം കരുതുന്നു എന്ന് ചോദിച്ചാൽ, If you ask who is the one that the Lord considers, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുണ്ട്, അവരെ ദൈവം കരുതും. praise the Lord, the ones who have been chosen, those who have been handpicked by the Lord, he would ensure that he would meet all their needs. എന്തിനാണ് കരുതുന്നത്? ചിലത് പണിതെടുക്കുവാൻ ഇനിയുമുണ്ട്. Praise the Lord. Why does he take care of you? Why does he tend to you? Is because there's some more work to be accomplished through your lives. ഇനിയും ചിലതിനെ ദൈവറിവിലേക്ക് നീ കരം പിടിച്ച് Praise the Lord. നടത്തേണ്ടതായിട്ടുണ്ട്. The reason why he's given you the remainder of days of your life is because he wants you to uphold a few more and lead them into the kingdom of God. ഹല്ലേലൂയ. Amen. നേരത്തെ പ്രിയ ദൈവദാസന്മാരെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു. The man of God spoke sometime earlier. അടുത്ത വർഷം 2026 ജൂലൈ മാസത്തിൽ നമ്മുടെ ദൈവദാസന് 90ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു. And nine uncle, God willing, he would turn 90 next year. ദൈവദാസനോട് ചോദിച്ചാൽ പറയും, എങ്ങനെ ഇതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ, If you ask uncle, nine uncle, how did you come thus far? ദൈവം തന്റെ ദൂതനെ അയച്ച് ദൈവം കരുതി. Praise the Lord. He would say, at times when I failed, my health failed, everything around me, my situation failed me. It was the Hallelujah. angel of the Lord that came and upheld me. ഹല്ലേലൂയ. Amen. എന്തിനാ ഇതുവരെ കരുതിയത്? Why did the Lord sustain him thus far? ഇനിയും ചിലതിന്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പിട. Hallelujah. The reason being, there is some more that he needs to direct into the kingdom of God. Many more people that he needs to pray for. That's the reason. ഇനിയും ചില ശമൂവേൽമാരെ പെട്ടകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനുണ്ട്. There are some more Samuels that he needs to be, the young little boy Samuel. There are some more Samuels that he needs to bring before the ark of the covenant or into the temple of God. ഹല്ലേലൂയ. അത് ജാതികളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, കുടുംബത്തിനകത്തു നിന്നും ചിലതിനെ കൈപിടിക്കുവാൻ ആത്മാവ് ഒരുക്കും. God will not only enable you to draw people from outside into the kingdom of God, within your own families too. God will hold your hand to lead them into the Lord. ഹല്ലേലൂയ. Amen. ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുവാൻ സ്വസ്ഥൻ തന്നെ. God is more than faithful to do his deeds amongst us. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ കടന്നു വരുമ്പോഴും ഈ പ്രാവശ്യം കടന്നു വന്നപ്പോഴും കർത്താവിന്റെ ദാസിയിൽ നിന്ന് ദൈവദാസനിൽ നിന്നൊക്കെ ധാരാളം കരുതലുകൾ അനുഭവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. Praise the Lord. God bless the church and God use the church to bless the man of God. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. May God bless us. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. Acts 26 chapter 19.
അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ശിരസ് മുതൽ പാദം വരെയും വ്യാപരിക്കേണ്ടതിന് ഉണങ്ങിയ അസ്ഥികളുടെ മേൽ വ്യാപരിച്ച ആത്മശക്തിയുടെ വ്യാപാരം കർത്താവ് ഇന്ന് രാവിലെ നമ്മുടെ ജീവിതങ്ങൾ വെളിപ്പെടുത്തി തന്ന് നാം ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ദൈവസാന്നിധ്യം വ്യക്തമായി അനുഭവിക്കത്തക്കവണ്ണം അവൻ ശാരീരികമായി ക്ഷീണിച്ചിരിക്കുന്നവരെ ആത്മബലം കൊണ്ട് താങ്ങുന്ന ദൈവകൃപ പരിശുദ്ധന്മ നൽകി തരേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹോ റമനബലബശദന രഗദിരി ഗടഗദൽ വൈജാരഗശ്യാധന രഗധുനി ഗദനദന ഗടഗദം അസ്തന രഗശ്യാധന മന്ദല ഗടഗദി ദിഗൽഖന രഗദു. ശത്രു ചുറ്റി നടന്ന് ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ അതൽഖന രഗധുന റവശ്യാധന രഗദ ജനത്തെ ഉടകൽഖന വരവും പോക്കും തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന വെല്ലുവിളിച്ചിരിക്കുന്ന സകല പൈശാചിക ആധിപത്യങ്ങളും ഇന്ന് രാവിലെ നാസറൻ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ശാസിച്ച് ആത്മാവിന്റെ ബലം വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനം നാൾക്കനാൾ വർദ്ധിച്ചു വരട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവിന്റെ ദാസനെയും ദാസിയും തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആലയത്തിലെ പ്രിയപ്പെട്ട ദൈവവൃത്യന്മാർ കർത്താവെ വരുന്ന ദിവസങ്ങൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ തലമുറകൾ അങ്ങനെ 21 ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മഹത്വം ഓരോ കുടുംബങ്ങളിലും ഇറങ്ങി വസിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. നൽകപ്പെടുന്ന വചനത്തിനായി സ്തോത്രം. കൃപയെ വെളിപ്പെടുത്തും, മഹത്മയ്ക്കായി സൂക്ഷിക്കും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ് വായിച്ചു കേട്ടിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പലയാവർത്തി കേട്ടിട്ടുണ്ട് എങ്കിലും we have many times heard about him from the word of God. പൗലോസിനെ ഒരുക്കിയത് മാനുഷിക കരങ്ങളല്ല. Praise the Lord. It was not the human hands that enabled Apostle Paul. ആമേൻ. ചിലത് ചെയ്യുവാനുള്ളവരെ ഒരുക്കുന്നത് മാനുഷിക ബുദ്ധിയോ ജ്ഞാനമോ അല്ല. For you to accomplish godly matters, it is not man who upholds you, but God. നമ്മൾ നേരത്തെ ദേവദാസന്റെ സാക്ഷ്യം കേട്ടു. We heard the man of God testify. വലിയ കമ്പനികളിൽ തുടങ്ങി ചെറിയ കമ്പനികൾ വരെ ദൈവദാസൻ വർക്ക് ചെയ്തു. He has worked in many organizations. പക്ഷെ ദൈവം കൊടുത്തത് അതല്ലായിരുന്നു. But God, that is not what God intended of his life. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആമേൻ പ്രസൻസ് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എന്ത് എന്ന് ചോദിച്ചാൽ, when we ask when is the time that you are in the spirit the most, ആമേൻ, ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവപ്രവൃത്തി. Praise the Lord. The greatest deed that you can do is when you stand in the ark of the Lord and take on the covenant, the New Testament covenant, the word of the Lord. That is the greatest blessing in your life. Hallelujah. എന്നാൽ ഇവിടെ പൗലോസിനെ ദൈവാത്മാവ് കണ്ടു. God saw Paul. ദൈവസന്നിധിയിൽ ദമസ്കോസിലേക്ക് അവൻ കടക്കുകയാണ്. അവിടെയുള്ള ദൈവജനത്തെ ദണ്ഡിപ്പിക്കുവാൻ അവൻ പ്രവേശിക്കുക. Apostle Paul got the decree to go and have the people in Damascus, the children of God in Damascus, to persecute them. He got the decree. ആ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവന് പിന്തുണയായി മഹാപുരോഹിതന്മാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്. അവന് അധികാരം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം അവന്റെ പിന്നിലുണ്ട്. If you see those times when he was going about persecuting the church of God, Saul that he was called earlier, he received the support of everyone. He got the support of the high priest, he got the support of all the emperors, everyone that was ruling at that time. He got all their support in order to persecute the church of God. Hallelujah. Amen. ഈ പിന്തുണ മുഴുവൻ ദൈവജനത്തെ ദണ്ഡിപ്പിക്കുവാനുള്ള പിന്തുണ കൊടുക്കുന്ന വ്യക്തികളാണ്. These people, those who were supporting him, were the ones that wanted to persecute the church of God. Hallelujah. എന്നാൽ ഇപ്പോൾ പൗലോസിനോട് കൂടെ ചില വ്യക്തികൾ ഉണ്ട്. But now with Apostle Paul there are a few people. അവർ കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. As they were traveling on the horses. എന്നാൽ ഈ സമയത്ത് മഹാപുരോഹിതന്മാരോ ഈ ന്യായശാസ്ത്രിമാരോ കൂടെയില്ല. Now at this time none of these scribes, the high priests are with them. അവർ അവരുടേതായ ഇരിപ്പിടങ്ങളിൽ
ഇരിക്കുകയാണ്, They are ഇവരെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയും They gave ചെയ്യുന്നു. them, entrusted them with the work that they had to accomplish, and they are sitting in their high seats. ഇന്ന് രാവിലെ ആത്മാവ് നമ്മോടൊരു ദൂത് കൈമാറുന്നുണ്ട്. The Spirit of the Lord tells us thus. നമ്മൾ നേരിട്ട് കാണുന്നതല്ല ശത്രു, മറയത്ത് ചിലത് ഇരിപ്പുണ്ട്. Praise the Lord. The ones that you see ahead of you, those that you feel are the ones are your enemies, aren't your enemies, but those that are in hiding. ആമേൻ. ഇന്ന് രാവിലെ ആത്മാവ് വ്യക്തമായി പറയുന്നു, മറയത്തിരിക്കുന്നതിനെ നിന്റെ അഭിഷേകം കൊണ്ട് കണ്ടുപിടിക്കണം. Praise the Lord. This is what the Holy Spirit says, that which is in hiding, your enemy which is in hiding, you through the Holy Spirit and the anointing, you need to go find that enemy, and then you need to destroy that enemy in the name of Jesus. ഹല്ലേലൂയ. Amen. ആ ശത്രുവിനെ കണ്ടുപിടിക്കുവാൻ കഴിയണമെങ്കിൽ In order for you to find out that enemy, ഇവിടെ 19ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം നൽകിയ ദർശനത്തിനകത്ത് നിൽക്കണം. praise the Lord, if you have to find out the enemy, then you need to stand in the obedience of the heavenly vision. ഒരു ദൈവപൈതൽ എങ്ങനെ ദൈവം നൽകുന്ന ദർശനത്തിനകത്ത് വസിക്കുവാൻ കഴിയും? How can a child of God live in obedience under the vision that God has given? ദമസ്കോസിലെ ദൈവജനം അതിന് മാതൃകയുള്ളവരാണ്. Praise the Lord. When you see the children at Damascus, the believers that lived in Damascus, they were the ones that were under the vision. അവരെ തകർത്ത് കളയുവാൻ മറ്റ് ഇതര സ്ഥലങ്ങളിൽ പൗലോസും കൂട്ടരും ചെന്ന് അവരെ തകർത്തതുപോലെ ഇവർക്കെതിരെ വരുന്നു എന്ന് കണ്ടപ്പോൾ ആയുധം മിനുക്കുകയായിരുന്നില്ല, പ്രാർത്ഥനയിൽ മുട്ടുമടക്കുകയായി. Praise the Lord. When the people, the children that were living in Damascus came to know that Apostle Paul along with the others are going to come to persecute them, they didn't take any sword or any other weapon, but they knelt down in prayer in the presence of God. ഹല്ലേലൂയ. Amen. ദൈവാത്മാവിന്റെ ദർശനമുള്ളവൻ ലോകത്തിന്റെ ആയുധം എടുക്കുവാൻ പോകുകയില്ല. A person who's got the vision, the heavenly vision, will never want to take up the weapons of the world. ഹല്ലേലൂയ. അവൻ കാത്തിരിക്കുന്നത് അവന് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമുഖത്തേക്ക് നോക്കി അവൻ കാത്തിരിക്കുകയാണ്. Such a person who is obedient to the heavenly vision is the one that awaits in the presence of God, saying, Lord, you are my judge, you are the one that is going to judge my cause, and they will wait upon the Lord. ഹല്ലേലൂയ. Amen. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. എക്സോഡസ് ചാപ്റ്റർ 14 verse 13 and 14. ദൈവജനത്തിൽ മോശയിൽ കൂടി ദൈവാത്മാവ് സംസാരിക്കുന്നു. And God tells to the children of Israel, അതിന് മോശ ജനത്തോട്, Moses said to the people, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. fear not, stand still, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. and see the salvation of the Lord which He's going to show you today. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. The Egyptians that you're going to see today, you will no longer see them. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ Praise the മിണ്ടാതെ ഇരിപ്പീൻ എന്ന് Lord. The പറഞ്ഞു. Lord shall fight for you while you keep silent. ഇതെന്താ ഈ മിണ്ടാതിരിക്കാൻ പറഞ്ഞതിന്റെ What does it പദം? mean എന്താ to be എന്താ ഇതിന്റെ silent? മീനിങ്? What is the meaning of being silent? ചില വാക്യങ്ങൾക്ക് മേലോട്ട് നമ്മളൊന്ന് വായിച്ചാൽ 7, 8, 9 ആ വചനങ്ങളൊന്ന് വായിച്ചു വരുമ്പോൾ ശത്രുവിനെ കണ്ടിട്ട് ഈ ജനം മോശക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. 7, 8 and 9 verses, when you read through, you will understand when they saw the enemies surrounding them, what they did is they started murmuring against God and Moses. മോശയിൽ കൂടി കർത്താവ് പറഞ്ഞത് ആ വിഷയം നിർത്താനാണ് പറഞ്ഞത്. And this is what God told through Moses, I want you to stop murmuring against God and man. പ്രാർത്ഥന നിർത്താനല്ല പറഞ്ഞത്. Not that you stop your prayer, ഹല്ലേലൂയ, പിറുപിറുപ്പ് നിർത്താനാണ് പറഞ്ഞത്. not that, but rather stop your murmuring. ദൈവത്തെ പരിഹസിക്കുന്നത് നിർത്തുവാനാണ് പറഞ്ഞത്. Stop the way you criticize, ask God questions. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായി ചിന്തിക്കുന്നത് നിർത്തുവാനാണ് ദൈവാത്മാവ് പറഞ്ഞത്. Stop thinking against the wondrous working of God's hands. അവിടെയാണ് ദൈവത്തിന്റെ യുദ്ധം ആരംഭിക്കുന്നത്. Hallelujah. When you stop murmuring, when you stop doubting, that is when the Lord will start fighting on your behalf and you keep silent. ഹല്ലേലൂയ. Amen. നമ്മൾ എവിടെ ജഡത്തിന്റെ പ്രവൃത്തിയെ മരവിപ്പിക്കുന്നുവോ അവിടെ ആത്മശക്തിയുടെ മണ്ഡലം വെളിപ്പെടുവാൻ Praise the തുടങ്ങും. Lord. When you say flesh, you are not going to move anymore, and when you say Lord, you take the complete control, that is when the Spirit of the Lord will start working for your life. ഹല്ലേലൂയ. Amen. Hallelujah. ശക്തിയുണ്ട് എന്ന് നീ പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് മാറി നിൽക്കും. Praise the Lord. If you say I've got might, I've got strength, I can do things on my own, I don't need the help of the Holy Spirit, then the Lord will remain silent and you will fail in your task.
ഹല്ലേലൂയ. Hallelujah. കർത്താവ് പറയും നിനക്ക് ശക്തിയുണ്ടല്ലോ നീ ചെയ്തോ എന്ന് പറയും. The Lord will say, okay, go and try your means and go and try and go attempt and fail and then come back to me. നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ എന്തൊക്കെ പണിതാലും അത് അധിക കാലം നിലനിൽക്കും. Hallelujah. No matter what you try, no matter what you think, no matter what planning and what fortress or big buildings that you build in your mind, nothing will prosper unless the Lord prospers it for you. ഹല്ലേലൂയ. Amen. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളൊരു ഗോപുരം കാണുന്നുണ്ട്. Praise the Lord. In the book of Genesis we see a tower. അതിന്റെ പേര് ബാബേൽ ഗോപുരം എന്നാണ്. It's called the Tower of Babel. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? And what was the intention? ദൈവത്തെ തോൽപ്പിക്കുക. They had this in mind that we need to defeat the Lord that brought the floods to the earth. കർത്താവ് നോക്കിയപ്പോൾ യഹോവയാ ദൈവം അത് നോക്കിയപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം സാധ്യമായി വരുന്നു. Praise the Lord. When the Lord looked down from heaven, he says that we can see that man is prospering in his ways. അവരുടെ ബലം കൊണ്ട് അവർ കല്ലുകളൊക്കെ എടുത്തു വെച്ച് മതിൽ പണിയുന്നുണ്ട്, കോട്ട പണിയുന്നുണ്ട്. With their own strength, with their own wisdom, they made bricks and they made mortar and they are building the tower. എന്നാൽ കർത്താവ് ചെയ്ത ഒരു ചെറിയ കാര്യം, and this is what the Lord did, a small thing. ദൈവം അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. Praise the Lord. The Lord said, let us go down and we are going to mix up their languages, and so he did mix their languages. അവരുടെ ബലത്തെ ദൈവം തൊട്ടില്ല. Praise God. God did not touch their strength. അവരുടെ ശരീരങ്ങളെ തൊട്ടില്ല. God didn't touch their physical എന്നാൽ body. കൂടെ ഉണ്ടായിരുന്ന ചിലതിനെ ദൈവം കലക്കിക്കളഞ്ഞു. But what God did is they got a confusion amongst themselves. ദൈവത്തിന് നമ്മെ പുറത്തെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചിലതിനെ കലക്കി നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. Hallelujah. In order for God to bring you into the place that he has seen you in order to bring you to the place that God wants you to come to, he will never keep silent. Rather, he will stir up the ones that are there to bring about confusion, and you will go nowhere but to the presence of God. Hallelujah. Hallelujah. എന്നാൽ ദൈവം മോശയിൽ കൂടി പറഞ്ഞു, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. God told Moses this, keep silent and the Lord will fight for you while you keep silent. ദൈവസന്നിധിയിൽ അവർ ഒരു വലിയ വിജയം ആ രാത്രിയിൽ അവർക്ക് വേണ്ടി വെളിപ്പെടുന്നത് കണ്ടു. Praise the Lord. They saw when they kept silent, they saw the wondrous working hand of the Lord in their lives. Hallelujah. Amen. എന്നാൽ ശ്രദ്ധിക്കുവാനുണ്ട്, മോശ ദൈവത്തെ അനുസരിച്ച വ്യക്തിയാണ്. Praise the Lord. One thing that we need to observe is Moses is a man, a leader who obeyed God. ആമേൻ. അതുപോലെ തന്നെ ദമസ്കോസിലെ ജനം ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. The believers in Damascus, they were praying knowing that Saul is coming by soon. കർത്താവ് അവരോടൊരു ദൈവശബ്ദം അറിയിക്കുന്നില്ല. God doesn't let them know of a voice. എന്നാൽ കർത്താവ് ചെയ്യേണ്ടത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കൃത്യമായി ചെയ്യുന്നു. Praise the Lord. They are sitting and praying and fasting there, but God doesn't speak to anyone over there saying, I'm going to bring a relief into your life. No, God does not do it. But where God has to touch, he went and touched at the city gate of Damascus. He had dealt with the person he had to deal with. ഈ രാവിലെ പരിശുദ്ധാത്മ നമ്മുടെ വ്യക്തമായ ഒരു ദൈവ ശബ്ദം അറിയിക്കുന്നു. The Spirit of the Lord thus tells each of us, ഇന്നലകൾ പ്രാർത്ഥിച്ചിട്ടും ചില ദർശനങ്ങൾ നിന്റെ കണ്ണുകൾ കാണുന്നില്ല എങ്കിൽ, if you've been praying and fasting and with your own eyes you've never been able to see a vision, പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവശബ്ദം നിന്റെ കാതിൽ കേട്ടില്ല എങ്കിൽ, you've been praying and you've never heard the voice of the Lord in your ears, അതിന്റെ അർത്ഥം ദൈവം കണ്ടില്ലെന്നോ കേട്ടില്ല എന്നോ അല്ല. please understand, child of God, this does not mean that your heavenly Father doesn't know what you're going through and he's not seeing you. Don't think like that. ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നാളെ നമ്മൾ രുചിച്ചറിയുവാൻ Praise പോകുകയാണ്. the Lord. What is happening outside there you do not know, but there is a work going on outside and one day you will get to know. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഞങ്ങളെ ഉപദ്രവിക്കുവാൻ വരുന്ന ഉപദ്രവിയെ ദൈവം നാളെ ഒരു പ്രാസംഗികനാക്കി മാറ്റുന്നു എന്ന് അവർ ചിന്തിച്ചിരുന്നേയില്ല. Praise the Lord. The ones that are praying in Damascus never ever thought that the one that's going to come and persecute us tomorrow, he would stand for God, be a mighty man of God, do many things for God. ഹല്ലേലൂയ. ദർശനത്തെ അനുസരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ദർശനത്തിൽ മുന്നേറണമെങ്കിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. Praise the Lord. If you need to advance towards a heavenly vision, then what is required in your life foremost is a prayerful life. രണ്ടാമത്തെ വിഷയം, നമ്മൾ ദൈവത്തോട് പറഞ്ഞ നിയമത്തിനകത്ത് നിൽക്കണം.
We need to stand. There is a boundary, a covenant that's been kept. You need to stand within the boundaries of that. ഇസ്രായേൽ ജനത്തിന് നടുവിലേക്ക് ഇരമ്യാവിനെ ദൈവം അയച്ചു. God sent Jeremiah the prophet amidst the Israelites. ഇരമ്യ chapter 34 verse 15 to 17. തന്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എന്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. എവിടെ വെച്ചാ? ആലയത്തിൽ വെച്ച്. They made a decision in the house of the Lord, a covenant before me in the house of God. നമ്മൾ ഓരോ ദിവസവും ഓരോ സെക്ഷനുകളും ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തോട് ചെയ്ത നിയമത്തോടനുബന്ധിച്ചാണ് നമ്മൾ വരുന്നത്. Praise the Lord. When we come every time into the presence of God, we take decisions and we make a covenant saying, starting today, I will do this, 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 and this. Hallelujah. 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 നമ്മൾ എവിടെ തുടങ്ങി ദൈവത്തോട് നിയമം ചെയ്യുവാൻ? എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? From when did we start making a covenant with God? ഒന്ന്, നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റെടുത്തുകൊണ്ട് ആ നിയമത്തിന് നമ്മൾ സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ ആ നിയമം നമ്മൾ proclaim ചെയ്യുക. When you confess with your mouth that Jesus Christ Lord, believe in your heart that God raised him up from the dead, that is when you made your first covenant on the day of salvation. Hallelujah. രക്ഷകനായ ദൈവത്തെ സ്വീകരിച്ച ഒരു ദൈവമൈതൽ ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ വരുന്നില്ലെങ്കിൽ ആ നിയമം നമ്മൾ ലംഘിക്കുകയാണ്. In order the Lord that saved you gave you the salvation experience, if you do not come in fellowship, which is a doctrine that God has given the church of God, then you are violating the covenant you made with them on the day you received Jesus Christ as your personal savior. Hallelujah. Amen. രണ്ടാമത് എങ്ങനെയാ? Second, how? ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, Romans 6:2. സ്നാനമേറ്റിരിക്കുന്നവരായ നാം കർത്താവിന്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്നു. When you who were baptized into the waters in with Jesus Christ, you were baptized unto his death. നമ്മൾ കർത്താവിന്റെ മരണത്തിന് പങ്കാളികളായി തീർന്ന സ്നാനത്തിന്റെ നിയമം, we have been baptized, which is a symbolic representation that I have died with Jesus Christ. അവിടുത്തെ നിയമം എന്താണ്? ഞാൻ എൻ്റെ കർത്താവിന്റെ ശരീരത്തോട് ചേർന്നിരിക്കുകയാണ്. So there you made a covenant, Lord. It's no longer I that liveth, but Christ that liveth in me. കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവസഭയാണ്. Praise the Lord. When you say the body of Christ Jesus, it is nothing other than the church of God. Hallelujah. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന കൂട്ടായ്മകളിൽ ഞാൻ സഹകരിക്കുന്നില്ലെങ്കിൽ ആ നിയമം ഞാൻ നിങ്ങൾ തെറ്റിക്കുകയും. Praise the Lord. When you say you're part of the body of Christ and you do not get into the fellowship, that is a gathering together of the saints of God together within the body of Christ, then you're violating that covenant. Hallelujah. Amen. ആ നിയമം നമ്മൾ ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ? Is there anyone out here that has violated that ദൈവം covenant? നമുക്ക് സമയം തന്നിട്ടും നമ്മൾ ലംഘിച്ചിരിക്കുന്നുവെങ്കിൽ അത് ദൈവം ഒരിക്കലും ക്ഷമിക്കത്തില്ല. Praise the Lord. When God has given you 24 hours of a day and you say, I don't have time to go into fellowship, into the presence of God, whereas I've got time for the other things, then you are purposefully violating the covenant you made on the day of salvation. Hallelujah. ഇന്ന് പകൽ അങ്ങനെ എന്തെങ്കിലും കുറവ് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ഏറ്റുപറയണം. ഇനി ഞാൻ അത് ആവർത്തിക്കില്ലെന്ന് ദൈവത്തോട് നമ്മൾ അത് പറയുകയും വേണം. So today you need to make a decision saying, Lord, I've earned in my life the covenant that I made to you. Lord, I've broken it. I would like to get reunited with you again. I want to come back into that covenant with you. And can you submit today in the presence of God? Hallelujah. അങ്ങനെ നമ്മൾ ദൈവത്തിൽ മടങ്ങി വരുന്നില്ല എങ്കിൽ കർത്താവദാസൻ നേരത്തെ പറഞ്ഞു, നമ്മളിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. If you are not willing to retrace your steps back and you say, I will stand here no matter what, none can ever move me, I'm going to stay put here, nobody is ever going to move me, then understand you are going into a situation where you are going to be a lukewarm person. You are going to be dead, spiritually dead. Hallelujah. ഇവിടെ
ആമേൻ. റോമർക്കുള്ള ലേഖനം 6-4 അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് തെളിവായി പറയുന്നു, പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. Like Jesus Christ was raised from the dead by the glory of the Father, even so we also should walk in the newness of life. നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിൽ വരുന്നുവോ ആ സമയത്തൊക്കെ ജീവന്റെ പുതുക്കം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. Every time you come into fellowship, every time you come into the presence of God, it's not that you simply come and go, but you should understand there is something taking place in your inner man, in your spiritual realm. What is happening is a newness of life is happening every time you come into the presence of God. നമ്മുടെ ആരാധനയിൽ ആ ജീവന്റെ പുതുക്കം നമ്മൾ പ്രത്യക്ഷമാകുവാൻ തുടങ്ങും. Praise the Lord. And then you will find as time goes by in your worship, in your devotion, in your meditation, you will find that the newness of the life is being exhibited through your body. ഹല്ലേലൂയ. Amen. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ അധികാരത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. When you're worshiping the Lord in spirit and in truth, then what will happen is the Spirit is taking you, giving you promotion onto the next realm of spirituality. അവിടെ നമ്മൾ ശത്രുവിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന തലങ്ങളിലേക്ക് നമ്മൾ കടക്കും. Then you will reach to a spiritual realm where you start unwinding all the bondages and the yoke that Satan has laid in your lives. ഹല്ലേലൂയ. ആത്മാവിന്റെ ആലോചന മറ്റൊരു വ്യക്തിയോട് പങ്കുവെക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറ്റപ്പെടും. Then what will happen is soon you will advance and you will reach a position where you will start sharing with the others God's plan pertaining to their life. നമ്മൾ നിന്ന് ചില അസ്ഥികളിലേക്ക് ആത്മശക്തി വ്യാപരിക്കുവാൻ തുടങ്ങും. Praise the Lord. There, then as you grow in the Spirit each day, what will happen is you will be made to stand in a valley which is filled with dry bones, and soon you will start prophesying to the dry bones and they will be revived back to life. ഹല്ലേലൂയ. Amen. നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ശക്തിയെ പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ ഇന്ന് പകൽ എങ്ങനെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? Praise the Lord. When you are supposed to go and stand amongst the dry bones and revive life into them, where are you seated now? നമ്മൾ നീന്തിക്കുന്ന എന്നെ ആരെങ്കിലും ബലപ്പെടുത്തിയെങ്കിൽ കൊള്ളായിരുന്നു. And we are thinking it's time. It's been years that you've been into the Lord, and you think, okay, I wish someone would revive me. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടേ? നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. Is that how you need to think? ഹല്ലേലൂയ. Hallelujah. നമ്മൾ ബലം പ്രാപിച്ചിട്ട് ജീവനറ്റിരിക്കുന്നതിനേക്ക് ജീവൻ പകർന്നു കൊടുക്കണം. Praise the Lord. We should be the ones that grows from strength into strength, and we should be the one that are able to revive the dry bones back to life. ഹല്ലേലൂയ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുന്നു. 34-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, Jeremiah 34:16. എങ്കിലും കണ്ടോ, ആദ്യം നിയമം ചെയ്തു, അത് ദൈവം അംഗീകരിച്ചു. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചിലതിന് വ്യത്യാസം വരുത്താൻ തുടങ്ങി. We initially made a covenant, and both of us agreed, God and you agreed to the covenant, and soon now you have turned aside. അതിനകത്തേക്ക് നമ്മുടെ ചില സൂത്രങ്ങളെ കടത്താൻ തുടങ്ങി. And then you try to bring in your own mind and your own thought process and your logic and everything into that. നമ്മുടെ ബുദ്ധിക്കയുടെ ചില തലങ്ങളിലേക്ക് ആ നിയമത്തെ പതുക്കെ പതുക്കെ ഒതുക്കുവാൻ തുടങ്ങി. We started twisting that covenant into ways that it aligns with our thought process and our individual desires. We started aligning that covenant to suit our taste. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ ആത്മാവ് ശക്തമായി പറയുന്നു, ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളും നന്മകളും നമ്മളായിട്ട് വ്യത്യാസം വരുത്തുവാൻ അനുവദിക്കരുത്. Praise the Lord. Every blessing that the Lord has given you in every realm of your life, never be the reason why God will take it away from your life. ഹല്ലേലൂയ. നമ്മൾ കാണിക്കുന്ന വ്യത്യാസങ്ങളെല്ലാം ആത്മാവ് നടത്തുന്ന ദൈവജനത്തിന് അത് തിരിച്ചറിയുവാൻ കഴിയും. Praise the Lord. Every differences, every change, every twist that you make, you think people are foolish enough that they will not be able to understand, but if there is God dwelling in people and Spirit of the Lord is able to discern that every move of yours, every motive of yours, even if it's in the secret, it's made known before
men of God. ഹല്ലേലൂയ. Amen. അത് നമ്മുടെ ശരീരഭാഷ അത് വെളിപ്പെടുത്തും. It'll be shown through your bodily language. നമ്മുടെ വസ്ത്ര സംവിധാനം അത് വെളിപ്പെടുത്തും. It will display that if you've brought change to the alignment to the covenant that you've made, your adorning, your dress senses, it'll bring about a change. നമ്മുടെ ആരാധന അത് വെളിപ്പെടുത്തും. It'll show your worship towards your God through your body. People will be able to discern what reverence you give to God. നിയമം ചെയ്ത സമയത്ത് ഭയങ്കര ഉത്സാഹം നല്ല ശബ്ദത്തോടെ പാടി കരങ്ങളെയൊക്കെ തട്ടി ആരാധിക്കുമായിരുന്നു. When you made a covenant with the Lord, you said, how am I today till the very end of my life, to my last breath I will praise you and I will worship you, is what you said. ഇപ്പോഴോ How are you today? നമ്മൾ കൊയറിനങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ ബൈക്കിൽ കൂടി പാടിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരുന്ന് പതുക്കെ. Praise the Lord. I will give it to the choir. Let them sing. Let them do whatever they No. have to stand like this. ഇന്ന് പകൽ ആത്മാവ് നമ്മോട് പറയുന്നു, ദൈവം നമുക്ക് തന്ന അഭിഷേകത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ആലോചന പറയുക. Praise the Lord. The Spirit of the Lord has been reminding you for years now that you need to retrace your steps back before it is too late, and there's nothing that you can do about it. Retrace your step back. ഇവിടെ യിരെമ്യാപ്രവചനം 34:16 പറയുന്നു, ഇന്നലകൾ നിങ്ങൾ വിട്ടുകളഞ്ഞതിനെ വീണ്ടും മടക്കി വരുത്തിയിരിക്കുന്നു. Jeremiah 34 verses 14 says, yesterday what you have left, you've gone back into that. ദൈവം നമ്മൾ ചെയ്യുന്ന ഓരോ വ്യത്യാസവും വായിച്ചു കൊണ്ടിരിക്കുന്നു, അത് ദൈവസന്നിധിയിൽ റെക്കോർഡ് Praise ചെയ്തുകൊണ്ടിരിക്കുന്നു. the Lord. Everything, every change, every decision that you make in your thought, you think, okay, this is I will do. Everything has been written in the book of memory. Everything has been listed down in his books. ഇങ്ങനെ ചെയ്യുമെന്ന്, ഇങ്ങനെ ഒന്ന് സംഭവം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ജനം കരുതിയതേയല്ല. Praise the Lord. Children of Israel never thought, okay, God is going to list down everything that we've thought. God is going to do it. They never thought. എന്നാൽ ദൈവം തന്റെ ദാസനായ യിരെമ്യാവിനെ അയച്ച് അത് ആ ജനത്തോട് തന്നെ പറഞ്ഞു, നിങ്ങളെടുത്ത നിയമം എവിടെ വെച്ചെടുത്തു, നിങ്ങൾ അതിനകത്ത് കാണിച്ച വ്യത്യാസമെന്ത്, ഇത് ദൈവം തന്റെ ജനത്തിന് ആലോചനയായി പറഞ്ഞു കൊടുക്കുന്നു. And God, having listed every decision that the children of Israel made from time to time, ever since they came with the covenant that they made in the temple of God, ever since they brought about a twist and a turn as per their own taste to the covenant of the Lord, and God sends prophet Jeremiah reminding them of every twist and turn that they took in their life. ഹല്ലേലൂയ. 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ Verse 17. അതിന്റെ ഓരോരുത്തൻ താന്താന്റെ സഹോദരനും കൂട്ടുകാരനും വിമോചനം പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ലല്ലോ. കർത്താവ് പറയുക, Therefore, thus saith the Lord, ye have not hearkened unto me in proclaiming liberty, every one to his brother and every man to his neighbor. നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ലല്ലോ. You never listened to my voice. അപ്പോ ദർശനത്തിനകത്ത് ആരാധനയുണ്ട്, ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുണ്ട്. ആമേൻ. ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുന്നവരാണ് ദർശനത്തിനകത്ത് നിൽക്കുന്നത്. Those that stand within the vision are the ones that are obedient. Everything the Lord has commanded, they would go about doing. They are the ones that stand in the covenant, and they are the ones that are under the vision. അതിന്റെ 18ാമത്തെ വാക്യം ഓർമ്മപ്പെടുത്തിയിട്ട് മടങ്ങി വരാം. Verse 18. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്നെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിക്കുന്നവരെ. Praise the Lord. And I will give them the men that have transgressed my covenant, which I have not performed the words of the covenant which they have made before me, when they cut the calf in twain and passed between the parts thereof. ഹല്ലേലൂയ. ആ നിയമത്തിനകത്ത് ദൈവം ചിലത് അടിവരയിട്ട് തന്റെ ജനത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു. When the calf was split into two and the covenant was made between God and man, the changes that they brought, the decision that they took on that day, they have forgotten. They've gone away from that. ഹല്ലേലൂയ. എന്നാൽ അന്നത്തെ ഇസ്രായേൽ ജനത്തിനുണ്ടായ പരാജയം, അവർ ദൈവസന്നിധിയിൽ നിന്ന് നിയമം ചെയ്ത ഉടമ്പടികൾ നിന്ന് അവർ പിൻവാങ്ങിപ്പോയി. The children of Israel, the covenant that they made with the Lord, they went away from that. എന്നാൽ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 4-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ, Acts 26 verses 4 onwards, here Apostle Paul, ഇവിടെ അഗ്രിപ്പ രാജാവെന്ന
അധികാരിയുടെ മുമ്പിൽ പൗലോസ് നിൽക്കുകയാണ്. Here, Apostle Paul is standing before Agrippa the king. ഈ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ വെച്ച് തന്റേതായ ന്യായങ്ങൾ നിരത്തുകയല്ല പൗലോസ് ഇവിടെ. Here, Apostle Paul is standing before King Agrippa and he is not exhibiting his wisdom. ആ രാജാവിന്റെ മുമ്പിലേക്ക് ദൈവം എന്താണ് ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ ഉദ്ദേശിച്ചത് എന്ന ആ ദൈവിക ദർശനം മുഴുവനായി അവൻ വെളിപ്പെടുത്തുകയാണ്. Here he is standing before King Agrippa and he is saying not anything pertaining to him, but what God is going to do in the future in this world. ഹല്ലേലൂയ. എൻ്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദി മുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മത ഏറിയ മതപ്രകാരം ആമേൻ പരീശനായി ജീവിച്ചു. ആമേൻ. പൗലോസ് തൻ്റെ ജീവിതത്തെ ആ അധികാരിയുടെ മുമ്പിൽ താൻ ക്രിസ്തുവിലാകുന്നതിന് മുമ്പേ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. Here Apostle Paul standing before King Agrippa is saying, from the time I was a small child till who I am today, I have been following the laws of the Jewish culture. I've been a Pharisee and I've been into following every practices of the law. I've been doing it very devotedly. Hallelujah. അധികാരി ശിക്ഷിക്കുവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഇന്ന് ഈ സമൂഹം ഇരിക്കുന്ന ഈ തലങ്ങൾ ഒക്കെയാണ് ഞാൻ വളർന്നു വന്നത്. And Apostle Paul says, before the people that were there to condemn him, he was in the prison and he was being called for the trial, and he doesn't try to defend himself otherwise, but he says, from small I've studied the Jewish culture, I've studied the laws, the Old Testament I know very well. I was leading my life as a Pharisee, I know everything. Hallelujah. എന്നിട്ട് ആറാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്താൽ. അപ്പോൾ അതുവരെ മാൻ പവറിൽ ആയിരുന്ന പൗലോസ് അടുത്ത് ദൈവശക്തിയെ പ്രദർശിപ്പിക്കുവാൻ ഒരുങ്ങുന്നു. Apostle Paul, who was under the influence of manpower, he is now saying, now I am under the control of God. Hallelujah. Hallelujah. ഇന്ന് പകൽ ദൈവവചനത്തിൽ കൂടി ആത്മാവ് ഒരു ദൈവശബ്ദം ദൈവസഭയ്ക്ക് കൈമാറുന്നു. ചിലതിനെ ആത്മശക്തിയാൽ ദൈവാത്മ വേർതിരിക്കുവാൻ പോകുകയാണ്. Praise the Lord. The Spirit of the Lord tells the church of God, some of you, God is going to separate you and fill you with the mighty anointing. ചിലതിനെ രാജാക്കന്മാരുടെ മുമ്പിലേക്ക് ദൈവത്തിന്റെ വചനവുമായി ദൈവാത്മം നിർത്തുന്ന നാളുകൾ ദൈവസഭ സാക്ഷ്യമായി കേൾക്കുവാൻ ഒരുങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുകയാണ്. The Holy Spirit tells you a prophetic word that some of you, God is going to anoint you when you're going to stand before the kings and the rulers and those that in authority, and you're going to proclaim that about Jesus Christ and the salvation experience you are going to share with them. Hallelujah. അഭിഷേകമുള്ളവരെ രാജാവിന്റെ പരിമാധികാരത്തിൽ അവനെ ശാസിക്കുവാനോ ശിക്ഷിക്കുവാനോ ദൈവം വിട്ടുകൊടുക്കുന്നില്ല. God will never allow his anointed one to be under the rulers or authorities for them to condemn them. എന്നാൽ ഇന്ന് പകൽ ദൈവസഭ ഒരു കാര്യം തിരിച്ചറിയണം, ഇത് അന്ത്യകാലഘട്ടമാണ്. ചില അധികാരികൾ നമുക്കെതിരെ എഴുന്നേൽക്കും. Praise the Lord. You need to understand one thing. These are the end times and authorities will come against us. എന്നാൽ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അത് തെളിവായി പറഞ്ഞു കൊടുക്കുന്നു. Here Apostle Paul says, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും the promise made by God to our fathers, ഏഴാമത്തെ വാക്യത്തിൽ നമ്മുടെ 12 ഗോത്രങ്ങളും the 12 promise to our 12 tribes, രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചും കൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ ഈ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. Praise the Lord, awaiting day and night for the promise that has been given about the eternal kingdom, about the heavenly matters pertaining to the hope that we have in that. For that sake, King Agrippa, I stand before you. Hallelujah. Amen. എന്റെ മേൽ കുറ്റം ആരോപിച്ചിരിക്കുന്ന വിഷയം ഇതാണ് എന്ന് പൗലോസ് വ്യക്തമായി അധികാരിയുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. He tells to those in authority, the accusation against me is not because I committed a crime, but I shared before man that there is a hope that has been kept for you and an eternal life that has been kept for you. That is what I share.
ഹല്ലേലൂയ. പൗലോസ് ആ രാജാവിനെ ഭയപ്പെടുന്നതേയില്ല. He is not afraid of King Agrippa. നേരത്തെ ദൈവദാസൽ കൂടി ദൈവാത്മാവ് നമ്മോട് പറഞ്ഞു, നമ്മുടെ ദേഹത്തെ കൊന്നുകളയുന്നവരെ പേടിക്കണ്ട. The man of God said some time ago, we should not be afraid of those that are able to kill my physical body. എന്നാൽ നമ്മുടെ ദേഹിയെ കൊന്ന് നരകത്തിൽ തള്ളുവാൻ അധികാരമുള്ള ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. Praise the Lord. We need to fear the one that is able to kill your spirit and your soul and put it into a place of eternal damnation. You need to fear him and not those that kill your physical body. കർത്താവ് ഏൽപ്പിച്ച അധികാരത്തെ ലോകത്തിന്റെ നിയമം കണ്ട് ആമേൻ ഒതുങ്ങിപ്പോകുന്നവർക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമില്ലേ ഇല്ല. Praise the Lord. Those that are subdued under the authority, the influence of the world over the authority that God has given us, understand one thing: you have got no place in heaven at all. അവരെപ്പോഴും നിരാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. They will forever say only words of disappointment. They will be always. അവരെപ്പോഴും നെഗറ്റീവ് തിങ്സുകൾ They പറഞ്ഞുകൊണ്ടേയിരിക്കും. will only say things which are negative in their lives. എന്നാൽ പൗലോസ് ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. But Apostle Paul doesn't do that. തനിക്ക് മുമ്പിലോട്ടുള്ള ജീവിത സാഹചര്യം എങ്ങനെ ആകുവാൻ പോകുന്നു എന്ന് പൗലോസിന് ഒരു വിലയിരുത്തലുണ്ട്. Apostle Paul knows what my end would be, where I would go and end, and where will this running come to an end. He knows everything. He knows where his deadlines are. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് വ്യക്തമാക്കുന്നു. Verse 9 he clearly states, നസറന യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു. സത്യം. He thought initially before I could come into the salvation experience, Paul says, I thought that I will stand contrary to the name of the Lord Jesus Christ. ഹല്ലേലൂയ. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? What does it mean? ഇന്നലകളിൽ അവന്റെ വിദ്യാഭ്യാസത്തെയും ശരീരബലത്തെയും മറ്റുള്ളവർ ചേർന്ന് ഇവനെ പ്രോത്സാഹിപ്പിച്ച വിഷയത്തിന് അവൻ എങ്ങനെ ഓടി എന്നിവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. Here clearly shows earlier, under the influence of man, under the influence of his riches, under the influence of his wisdom, under the influence of everything that he's got to support from, how he led his life. That is what is displayed here. 10ാമത്തെ വാക്യം അത് തന്നെ പൗലോസ് വീണ്ടും ആവർത്തിക്കുന്നു. He repeats it again, verse 10. ഈ കർത്താവിന്റെ നാമത്തിന് വിരുദ്ധമായി താൻ എന്തൊക്കെ ചെയ്തു എന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. It clearly says what all the things that he did against Jesus Christ. ആമേൻ. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി. He took the decree from the hands of the high priests. വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി. He took many of the saints and put them in prison. അവരിൽ ചിലരെ കൊല്ലുന്ന സമയത്ത് പൗലോസ് സമ്മതം കൊടുത്തു. And when they were being persecuted and killed, he stood there to testify. ഈ മനുഷ്യന് രൂപാന്തരം വരുവാൻ വേണ്ടിയാണ് ദമസ്കോസിലെ ജനം കരഞ്ഞത്. Praise the Lord. They prayed in Damascus not for anything else. They said, Lord, transform this man, Apostle Paul, or transform Saul to be a man of your choice. The one that will run for you is what they prayed. ആത്മാവീരാവിലെ ദൈവസഭയോട് ഇങ്ങനെ ഒരു ആലോചന കൈമാറുന്നു. The Spirit of the Lord tells the church, ഇന്നലകളിൽ ഈ ദൈവസഭയ്ക്ക് അടിസ്ഥാനം ഒരുക്കപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ശത്രു ചില മാനുഷിക കരങ്ങളെ ദൈവസഭയ്ക്കും ദൈവദാസനും വിരോധമായി എഴുന്നേറ്റിരുന്ന ചില മാനുഷിക ശക്തിയുടെ വെല്ലുവിളിയെ ഇന്ന് പകൽ ആത്മാവ് ശാസിക്കുകയാണ്. Praise the Lord. The man's thought or the evil intentions that were put into man ever since foundations were laid to the building of the church of God, the battling and the fighting, God is going to bring to an end. Hallelujah. Hallelujah. ഇവിടെ ഒരു ആരാധനാലയം വരുമെന്ന് കണ്ടിട്ട് പൗലോസിൽ കൂടി ഈ ദൈവജനത്തെ വർദ്ധിപ്പിക്കാതിരിക്കേണ്ടതിന് വാദിച്ച ആധിപത്യം ദൈവസഭയ്ക്കെതിരെ കടന്നു വന്ന നാളിനെ ആത്മാവിന്ന പകൽ ഓർമ്മപ്പെടുത്തുകയാണ്. The Lord brings into remembrance how the Damascus believers stood and how that was the reason why this particular person who was persecuting the church of God was transformed, because the devil knew that this man will bring in many. Even today, his word is bringing in many into the Lord. Knowing this, Satan tried to use him, but the church over there prayed, and this man became a man whom God used very much for the glory of the kingdom of God. Hallelujah. Hallelujah. ദൈവം എത്ര വിശ്വസ്തനായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കണം. Praise the Lord. Turn back to see how faithful God has been. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ When you go through the verses below, 13-ാമത്തെ വാക്യം, ആ യാത്രയിൽ പൗലോസിന് എന്ത് സംഭവിച്ചു? ദൈവിക സാന്നിധ്യം അവനിലേക്ക് ഇറങ്ങി. verse 13 says,
at that journey, in a journey that he was traveling to destroy the children, the believers in Damascus, in that journey to persecute the church, what happened? ആത്മാവ് നമ്മുടെ സഭയിലെ ചില മാതാപിതാക്കന്മാരോട് ദൈവശബ്ദം ഇങ്ങനെ അറിയിക്കുന്നു. To some of the parents here, the word of the Lord says, ദൈവത്തെ വിട്ട് ദൈവസാന്നിധ്യം വിട്ട് ദമസ്കോസിലേക്ക് ഓടിക്കൊണ്ടിരുന്ന പൗലോസിനെ ആത്മാവ് സന്ദർശിച്ചതുപോലെ ചിലതിന് വ്യക്തമായി ആത്മാവ് സന്ദർശിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി നിർത്തുന്ന ദിവസം വരുന്നു എന്ന് ദൈവാത്മാവ് വചനത്തിൽ കൂടി praise the Lord, the Spirit of the Lord says to the word of the Lord, like how the Saul transformed his life and how God met up with him at the Damascus gate and seized him and freed him right there at that place. Your descendants, if they've gone away from the Lord, he's going to freeze them. They will come to the Lord. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ നിയമത്തിനകത്ത് ഉറച്ചു നിന്നിട്ട് We need to stand strong in the covenant. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം നമ്മളതിന്റെ 12-13 വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് 1 Samuel 2:12-13. അവിടെ ഒരു നിയമം ദൈവം കൊടുത്തിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പരിപാലിക്കാനുള്ളവർ എങ്ങനെ അതിനോട് അടുത്ത് പെരുമാറണം. Praise the Lord. God gave a covenant to priest Eli and his family as to how you need to serve God. എന്നാൽ ഈ സമയത്ത് അവിടെ മറ്റൊരു കാര്യം നടക്കുന്നു. At the same time, something else takes place. ഹന്ന ഒരു തലമുറയെ ഗർഭം ധരിച്ചു, അവന് ശമൂവേൽ എന്ന് പേരിട്ടു, ആലയത്തിൽ കൊണ്ടുവരുന്നു. And here we know about Hannah. She came in the presence of God and she devoted and said that this child will serve at the temple of God. എന്നാൽ ഈ സമയത്ത് ശമൂവേൽ കാണുന്നത് ഈ പുരോഹിതന്റെ മക്കൾ നിയമം അനുസരിക്കാതെ അവർ മുപ്പല്ലിയുമായിട്ട് വന്ന് അവിടുത്തെ പച്ചമാംസം ചട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടകങ്ങളിൽ നിന്ന് കുത്തിയെടുത്ത് വറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ശമൂവേൽ കാണുന്നത്. What Samuel sees is God has given a set of laws that you're not supposed to take the meat from the pot while it's boiling over there, but what has been separated through the burning offerings, that is for you. But these guys would come in with a fork, and even while it is uncooked, they would put the fork in and take the best and go. That was Eli's children. അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് അവിടെ ചെയ്യുന്നത് ശമൂവേൽ കാണുന്നു. And Samuel sees this. What the children of a high priest is not supposed to do, that is what these children are doing, is what the young Samuel sees. അങ്ങനെയെങ്കിൽ ശമൂവേലും അതിനെയല്ലേ പിന്തുടരേണ്ടത്? And you should understand, you being amongst a community of people, in a company of certain people, aren't you also supposed to be like that? So isn't Samuel also supposed to adopt their ways? എന്നാൽ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 3 verses 1. ഞാൻ ഈ പറഞ്ഞ കാര്യം ശമൂവേലിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തക്ക സാഹചര്യമാണ് അവിടെയുള്ളത്. It's a situation where Samuel can adopt the ways of Eli's sons. വചനമില്ല, ദർശനവുമില്ല. Eli has lost vision. These were the times when the word of the Lord was no longer available. The vision was not available from God. These were those times. ചിലരെ ദർശനം അനുസരിക്കില്ല എന്ന് കണ്ടാൽ നീ അങ്ങനെയല്ല കടന്നു പോകേണ്ടത്. നാമോ പെട്ടകത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമ്മുടേതായ ദർശനത്തെ പ്രാപിച്ചു കൊള്ളുവാൻ ഈ രാവിലെ ആത്മാവ് നമ്മോട് ആലോചന പറയുകയാണ്. Praise the Lord. When you see a group of people not following the vision, not following God's ways, you are not supposed to be one amongst them, not part of the flock that you need to be, but rather you need to be separated, isolated. If you have seen the vision from the Lord, then you need to isolate yourself from such as those. ഹല്ലേലൂയ. Amen. അഭിഷേകത്തെ നഷ്ടപ്പെടുത്തിയവരെ എല്ലാം നമ്മൾ പിന്തുടരേണ്ടത്. You should be following the ones that have lost their anointing. അഭിഷേകത്തിൽ നിൽക്കുന്നവർക്ക് നീ കൈത്താങ്ങൾ കൊടുക്ക, അഭിഷേകം നിന്നിലേക്കും വ്യാപരിച്ചു തുടങ്ങും. If you're going to stand beside those that are filled with the anointing, then understand that the impartation of the fullness of the Spirit will come into your life as well. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു തലമുറയെ, ഒരു ജനറേഷനെ ഒരുക്കുവാൻ ദൈവം ശമൂവേലിനെ കയ്യിൽ Praise ഉപയോഗിക്കുകയാണ്. God. God uses young little lad Samuel, who was not willing to adopt to the culture that was there and everything that he found there. No, he said, I want to be separate. I will hear the voice of the Lord. And this little boy was used to bring the people from out of darkness into the ways of the Lord. Hallelujah. Samuel, prophet. Hallelujah.
ഹല്ലേലൂയ. Hallelujah. ശമൂവേൽ ചെയ്തതെന്താ? 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുന്നു. ജനത്തെയെല്ലാം മിസ്പയിൽ ഒരുമിച്ച് കൂട്ടി. Praise the Lord. Samuel gathered everyone at Mizpah. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളായിട്ട് ഒരു മിസ്പയെ ഒരുക്കണം. Hallelujah. We need to be the ones that start a Mizpah. മറ്റുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരണം. You are the ones that need to gather many into Mizpah. മിസ്പ കാണിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ശുശ്രൂഷയാണ്. Mizpah shows the ministry that you and I need to do. ദർശനമുള്ളവർ അത് ചെയ്തുകൊണ്ടിരിക്കും. Praise the Lord. Those that have got a vision will continue doing so. മറ്റുള്ളവരെ ദൈവസഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. They will be gathering much to the kingdom of God. ദൈവദാസന്റെ കൈക്കീഴിൽ അവരെ നമ്മൾ ഒരുക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. And they will be preparing many under the man of God. അവരെ മിസ്പയിലേക്ക് കൂട്ടിവരുത്തിയിട്ട് ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുത്തു. They will be gathering them to Mizpah and be teaching them from the word of God. ശമൂവേൽ അവർക്ക് ന്യായപാലനം ചെയ്തു. And Samuel was a judge, judging the children of Israel at Mizpah. വചനം അവർക്ക് പറഞ്ഞുകൊടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചലനം ആരംഭിച്ചു. Praise the Lord. When Samuel started sharing from the word of the Lord to them, within them stirred up the spirit. അവര് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് And they ആ cried ദിവസം out. വെള്ളം കോരി ഒഴിച്ച് ദൈവസന്നിധിയിൽ അവർ ഉപവസിക്കുവാൻ തയ്യാറായി. Praise the Lord. They cried out saying, we have sinned against the Lord, and they poured out water and they fasted in the presence of God. നമുക്ക് എങ്ങനെ നമ്മുടെ ദർശനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഏറ്റുപറഞ്ഞിട്ട് ദൈവത്തിൽ ഉപവസിക്കുവാൻ തയ്യാറായാൽ ദൈവം നമുക്ക് നൽകിയ ദർശനങ്ങളെ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ഓടുവാൻ കഴിയുമെന്ന് ആത്മാവ് ഇന്ന് രാവിലെ നമ്മോട് ഇടപെടുകയാണ്. If you want to come back into the vision, into the revelation of God, then what you need to do is repent of your ways, take fasting, sit humble in the presence of God. Fasting is humbling yourself in the presence of God, and then what he will do is he will make you, he will restore you back into the covenant. ഹല്ലേലൂയ. ഇവര് ദൈവത്തോട് അടുക്കുവാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പഴയ ശത്രു അവിടെ എഴുന്നേൽക്കുകയാണ്. When they wanted to come closer to God, that's when the enemy of old started to raise up. ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ നിന്ന് പെട്ടകം പിടിച്ചുകൊണ്ടുപോയ ഫെലിസ്ത്യർ വീണ്ടും ഇവരെ പിന്തുടർന്നു വരുവാൻ ശ്രമിക്കുന്നു. When they were trying to change their lives in order to come into the manner of how God wanted them to lead their lives, their enemy, their old enemy, the Philistines, they started coming to attack them again. ഇന്ന് രാവിലെ ആത്മാ നമ്മോട് പറയുന്ന ഒരു ദൈവശബ്ദം, നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ പഴയ പാമ്പെന്ന സാത്താൻ നമ്മളെ ആത്മീക മണ്ഡലങ്ങളിൽ നിന്ന് പുറകിലോട്ട് പിടിക്കുവാൻ ശ്രമിക്കുന്ന ആ ബന്ധനത്തെ ഇന്ന് പകൽ നിന്റെ ദർശനത്തിനകത്ത് നിന്നുകൊണ്ട് അതിനെ തകർത്ത് കളയുവാൻ പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. Praise the Lord. When you're trying to rectify your life, when you try to align yourself with the covenant that God has kept, you want to retrace your steps back, understand it's not easy. Your devil, the devil will be behind you like the roaring lion, seeking whom to devour, to put him into his snare. He would come with all the tactics and the battling against your life. നമ്മുടെ ദർശനത്തിനകത്തേക്ക് കടക്കാതെ നമുക്ക് ശത്രുവിനെ തകർക്കുവാൻ കഴിയുകയില്ല. Praise the Lord. Till the time you come into the vision where God has kept for you, the place that God has kept for you, you will never be able to subdue the powers of the evil one. ദൈവം നമുക്ക് തന്ന ദർശനത്തേക്ക് അകത്തേക്ക് കടക്കുമ്പോൾ നിന്റെ ശത്രുവിന്റെ മേൽ ഇടി പോലെ ദൈവശക്തി ഇറങ്ങും. Hallelujah! When you come into the place that God has ordained for you, understand, child of God, there on that particular day, you will be able to subdue and attack the powers of darkness that is there against your life. അതിന് മുഖാന്തരമായത് അവർ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചു. And because of that, they received the word of God. അവർ പ്രാർത്ഥിക്കുന്നു, അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ ഒരുങ്ങുന്നു. They preparing their lives, they're seeking pardon, they're asking God to forgive them, they're trying to retrace their steps back. അടുത്ത് അവർ തന്നെ ശമൂവേലിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. And then Samuel tells them, 8-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. when you come to verse 8. ആമേൻ. 7-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക്. ആമേൻ. അവിടെ രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ഹല്ലേലൂയ. The children of Israel told Samuel, cease not, don't stop crying to the Lord for us. അപ്പോൾ ദർശനത്തിനകത്ത് നിലനിൽക്കണമെങ്കിൽ നിരന്തരം പ്രാർത്ഥന ഉയരണം. If you need to be under the vision that God has set for you,
then you need to cry, lament every day in the presence of God. സമാഗമന കൂടാരത്തിനകത്ത് നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരുന്നത് പോലെ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഓരോ സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്ന വേളകളിലും നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ആ പ്രാർത്ഥന ദീപം ഉയർന്നുകൊണ്ടേയിരിക്കണം. With the ark of the covenant within the most holy place, in the holy place, like the incense kept on burning in the holy place continually. Within your lives and my lives, the incense of prayer and lament and cry should burn every moment wherever you are. Hallelujah. ഇവിടെ ശമൂവേൽ ഈ ജനത്തിന്റെ ആ നിലവിളി കേട്ടിട്ട് ശമൂവേൽ തന്റെ പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആട്ടിൻകുട്ടിയെ എടുത്ത് സർവാംഗ ഹോമയാഗം ഇവിടെ അർപ്പിക്കുന്നു. And what Samuel did is, hearing the prayer, the cry of the people, he went from prayer to prayer, and now he took an animal and he offered as a burnt offering in the presence of God. ദൈവം അതിൽ പ്രസാദിച്ചു. Praise the Lord. God was happy. God was content seeing the sacrifice offered. അന്ന് ആട്ടിൻകുട്ടിയെ അർപ്പിക്കുവാൻ ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം വ്യവസ്ഥയുണ്ട്. There was in those times, as per the law, there was a permission to grant to offer a lamb as a sacrifice. എന്നാൽ ഇന്ന് ആട്ടിൻകുട്ടിയോ പ്രാവിനെയോ കാളക്കിടാങ്ങളെയോ അർപ്പിക്കുവാൻ വ്യവസ്ഥയില്ല. Today in the New Testament, as part of the new covenant with the blood of Jesus Christ, you no longer need to offer a sacrifice of an ox or a lamb or a turtle dove. എന്നാൽ ഇന്നും നമ്മുടെ ഇടയിൽ യാഗമുണ്ട്. Even today we've got a sacrifice. എന്താണ് ഇന്നത്തെ യാഗം? റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. What is the sacrifice these days is your body, and that's Romans 12:1-2. ദൈവവചനത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ വെച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, I beseech you therefore, brethren, by the mercies of God, that you submit your bodies as a living sacrifice, holy and acceptable to God. Romans 12:1-2. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. Present your bodies as a living sacrifice, holy and acceptable to God, which is pleasing delight. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. Hallelujah. You need to offer your own self. ഇന്നത്തെ ആരാധനയിൽ ഞാനാണ് യാഗവസ്തു Yes, എന്നുള്ള ബോധം നമുക്കുണ്ടാകും. Praise the Lord. Lord, when I come in your presence, I come, give myself, everything, my spirit, my soul and my body. I tie myself to the altar and I offer myself as a complete sacrifice. Burn everything which is not pleasing in me, for your life, as for your will. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്കൊരു മറുപടിയുണ്ട്. Praise the Lord. If you are willing to offer your bodies, your entire self as sacrifice the presence of God, then you will have an answer to your prayer today. 2 വാക്യങ്ങൾ കൂടി വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുവാൻ ഒരുങ്ങുകയാണ്. 2 more verses we're going to read. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 Samuel 7:12. അവിടെ കർത്താവ് ഒരു അടയാളം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി. And God gives a sign to his children there. ഇടിമുഴക്കി ശത്രുവിനെ തകർത്തു. Praise the Lord. He sent a thunderstorm and it frightened the enemies. ആ പ്രസൻസ് അനുഭവിച്ച ശമൂവേലും കൂട്ടരും എഴുന്നേറ്റ് പറയുന്നു, ഏബൻ ഏസർ യഹോവ ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. Praise the Lord. And he placed a stone there and he called the name of the place Ebenezer. Thus far the Lord helped us. ദൈവിക ദർശനത്തിനകത്തു നിന്നുകൊണ്ട് ഒരു ദൈവവേദൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടും. Being under the covenant, being under his vision, fulfilling everything that is required to maintain you under the covenant. When you go about doing things for the Lord, you can say Ebenezer. അവൻ ഒരു സാക്ഷ്യത്തിന്റെ കല്ലെടുത്ത് നാട്ടി. They took the stone of testimony. അടുത്ത തലമുറ ഇത് കാണണം, ദൈവം ഞങ്ങളെ ഇവിടെ Praise വെച്ച് the Lord. സഹായിച്ചു എന്നുള്ളത്. They placed a stone there and said, this is called Ebenezer. Thus far the Lord has brought us. For the descendants that are coming, years after, when they ask why is the stone placed, they would say it's Ebenezer. The Lord brought us thus far. ആത്മാവെന്ന പകൽ ഈ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ഈ വചനമാണ് ഒരു വെളിപ്പാടായി തരുന്നത്. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി കരയുന്നതിന് നാളെ ഒരു സാക്ഷ്യമായി സഭ ഒന്നടങ്കം കുടുംബങ്ങൾ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവിരാവിലെ നമുക്ക് ആലോചന പറഞ്ഞു. Praise the Lord. Spirit of the Lord thus says that today if you're lamenting and crying for your descendants, then know one day you will like the children of Israel said, Ebenezer, thus far the Lord has brought us. You will see
the fruit to your tears, you would see it. ഇന്ന് എത്ര പേർക്ക് ദൈവത്തോട് പറയുവാൻ കഴിയും, ഏബെനെസറായി ഇറങ്ങി വന്ന് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ How കഴിയും? many of you can pray and say, Lord, be my Ebenezer, come to my rescue? ഒരു വാക്യം കൂടി വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. Habakkuk 3, Verse 2. 2. യഹോവേ ഭയപ്പെട്ടു പോയി കഴിയും മുമ്പേ, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ Lord, before the years come nigh, revive thy വെളിപ്പെടുത്തണം. work. ഹല്ലേലൂയ. Yes, praise the Lord. നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണം, നിന്റെ Praise പ്രവൃത്തിയെ the Lord. ജീവിപ്പിക്കണം. Lord, revive your works in our midst before the years are. അതിനെ ഒന്ന് വെളിപ്പെടുത്തണം. God, revive your work in our midst before the years are gone. ചിലതിനെ ജീവൻ വെപ്പിക്കണം, അതിനെ ഒന്ന് വെളിപ്പെടുത്തണം. Praise the Lord. For that which has to get life, reveal those to us. ദൈവാത്മ പറയുന്നു, ദർശനത്തിനകത്ത് നിൽക്കുന്ന ചിലതിനെ ദൈവം ഇത് രണ്ടും കാണിക്കുവാൻ പോകുകയാണ്. Praise the Lord. Those that are under the vision of God, that obey all that the Lord has stated thus far, such as that, God is going to reveal many things to the vision. നിങ്ങളുടെ കണ്ണുകൊണ്ട് ചിലത് ജീവിക്കുന്നത് നിങ്ങൾ കാണും. Praise the Lord. You would see that which is dead come back to life with your own eyes. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവം അത് വെളിപ്പെടുത്തും, നമ്മൾ അത് അനുഭവിക്കും. Praise the Lord. Before the years are gone, God would revive it and show it to us. ഹല്ലേലൂയ. Amen. ഇന്ന് രാവിലെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ചിലത് ദൈവം നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. Hallelujah. God is going to reveal some things before our eyes. ഇന്നലകൾ നിന്നത് ആണ്ടുകൾ കടന്നുപോയത് കൊണ്ട് നിന്നതല്ല, ആണ്ടുകൾ കടന്നുപോയത് കൊണ്ട് വളർന്നതല്ല, ആണ്ടുകൾ കടന്നുപോയത് കൊണ്ട് നമ്മൾ ദൈവശക്തി അനുഭവിച്ചതല്ല, ദൈവം നമ്മളെ നിർത്തി. Hallelujah. It's not the years that have gone by is because of anything else. It's purely because Lord sustained you and me, and that's why all these years we stood. ദൈവസന്നിധിയിരിക്കുന്ന ചില മാതാക്കളോട് ഒരുപോലെ ദൈവാത്മാവ് ആലോചന പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം ചില ജീവിതങ്ങളെ രൂപപ്പെടുത്തി വരും ദിവസങ്ങൾ പെട്ടകം ചുമക്കുന്നവരായി ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ദൈവം ചിലതിനെ കൊണ്ടുവരുമെന്ന് ആത്മ വീണ്ടും ദൈവസഭയോട് ആലോചന നൽകുന്നു. To some of the mothers in the church, this is what the Spirit of the Lord says, in order that, in answer to your prayers, you will see that your descendants will take on the ark of the work of the Lord and do mighty things for the Lord. ഈ ദിവസങ്ങൾ ചില കുടുംബങ്ങളെ ദൈവം കൂട്ടിയോജിപ്പിക്കുവാൻ പോകുന്നു എന്ന് ആത്മാവ് ആലോചന പറയുന്നു. God is going to reunite some families. ഈ ദിവസങ്ങൾ ചില കുടുംബനാഥന്മാരെ ദൈവാത്മാവ് സന്ദർശിച്ച് ഉടകൽക്കനറകതു ആമേൻ ശൗലിനെ പൗലോസാക്കി മാറ്റി ദൈവശക്തി അനുഭവിക്കുവാൻ ഒരുക്കിയതുപോലെ ദൈവം ഒരുക്കുന്നു എന്ന് ആത്മാവ് സഭയോട് ആലോചന നൽകുന്നു. The Spirit of the Lord says some of the husbands, heads of the houses, God is going to touch them and God is going to make them also to join in fellowship. ഈ ദൈവസഭ രോഗശക്തിയുടെ ഒരു കലവറ എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. Praise the Lord. Hallelujah. This church has been known as a Bethesda, and God will continue doing wonders in this church. Hallelujah. Amen. ഇതുവരെ നടക്കാത്ത ചില അതിശയങ്ങൾ ദൈവസഭ കണ്ണുകൊണ്ട് കാണുവാൻ Praise the സമയമായി Lord. Hallelujah. ആത്മാവ് ദൈവസഭയോട് ഇടപെടുന്നു. The Spirit of the Lord thus says, all the signs and miracles that you haven't seen thus far, you're going to see it happen at Elim AG Church. എന്നാൽ ഇന്ന് പകൽ ദൈവസഭയുടെ ശക്തമായ ഒരു ദൈവശബ്ദം കൈമാറുന്നു. Another word, a strong word, the Lord says. ദൈവസഭയ്ക്ക് ചുറ്റും നടന്ന് ചില ശാപവാക്കുകൾ പറഞ്ഞ് ബന്ധിക്കുന്ന ചില ബന്ധനങ്ങളെ സഭ തിരിച്ചറിയുവാൻ ആത്മാവാലോചന പറയുന്നു. Praise the Lord. But there are some that go around the church and they pronounce evil curses against the church of God. You need to know it. അത് ചില ഭവനങ്ങളെ ചുറ്റി നടക്കുന്നതായി ദൈവാത്മാവ് ഇടപെടുന്നു. And the Spirit of the Lord says that it's surrounding some of the families. ചിലരെ പിന്തുടർന്ന് ഭവനങ്ങൾക്കകത്ത് കടന്ന് അതിനകത്ത് ഭിന്നത വരുത്തുന്ന പൈശാചിക ശക്തിയെ ഇന്ന് രാവിലെ ആത്മാവാലോചന നൽകുന്നു. Praise the Lord. It goes behind families, and the unity that says supposed to be within a family, it's trying to get you all away
അതിന്റെ getting you ഉദ്ദേശം away from unity. അതിന്റെ ഉദ്ദേശം ദൈവാലയത്തിൽ വന്ന് ആരാധിക്കുന്നവരെ വരെ അവൻ ക്ഷീണിപ്പിച്ചു കളയുവാനുള്ള ശത്രുവിന്റെ തന്ത്രമെന്ന് ആത്മാവ് ദൈവസഭയോട് The ഇടപെടുകയും Spirit of the Lord says it's a tactic of the devil that you should no longer worship the Lord, you should no longer praise the Lord, you should go into a withdrawn state away from God. ശമൂവേലിനെ പോലെ വളരേണ്ടതിന് വരെ ഭവനത്തിനകത്ത് വെച്ച് തന്നെ അതിന്റെ ദീപത്തെ കെടുത്തിക്കളയുവാൻ വാദിക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളിയെന്ന് ആത്മാവെന്ന മകൾ ആലോചന നൽകുന്നു. The Spirit of the Lord strongly says, like a young Samuel who's supposed to be responsible for the temple of God, who's supposed to do the chores pertaining to the temple of God, like all the lampsticks and all of this, who is responsible for the kingdom of God, he himself, his light should grow dim and should be blown off, is what devil intends. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let's close our eyes and pray. ഇന്ന് പകൽ ദൈവദിനത്തിൽ കൽപ്പിച്ചതുപോലെ The word that we've heard today. കർത്താവേ, ഞാൻ ദൈവത്തിന്റെ ദർശനത്തിന് അനുസരണക്കേട് ഞാൻ കാണിക്കത്തില്ല. Lord, I will never disobey the vision that you've given me. പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പറഞ്ഞതുപോലെ, എന്റെ ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി നിൽക്കാമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, തീരുമാനമെടുക്കുന്നു? Praise the Lord. How many of you say, Lord, like Apostle Paul went and stood before King Agrippa and he said everything pertaining to his faith, likewise I will be. എന്നാൽ കർത്താവ് പറയുന്നു, ഇന്ന് പകൽക്കാലം അങ്ങനെ തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടി ചിലതിനെ ജീവിപ്പിച്ച് ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തി ദൈവം ഏബനാസറായി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നു. Praise the Spirit of the Lord thus says, those that take a decision to do so, God will use you to revive many that are dead and bring them back to the life. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആ വചനം പറഞ്ഞ ദൈവജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Praise the Lord. I pronounce this blessing into the lives of those that receive the word. അവർ ഏബനേസറായി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം രുചിച്ചറിഞ്ഞ് ദൈവത്തെ ഉയർത്തുവാൻ സ്വർഗീയ കൃപ കൊണ്ട് അവരെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. I pray, Lord, that you will fill them with grace to be the Ebenezer and say, thus far the Lord has brought us. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും May അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us with these words. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുതി, സംഗീതത്തോടെ വന്നു കൂടുതി, സംഗീതത്തോടെ കൂടുതി, സംഗീതത്തോടെ വന്നു കൂടുതി. അവൻ നല്ലവനല്ലോ, ദയായുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയുന്നു അവന്. അവൻ നല്ലവനല്ലോ, ദയായുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയുന്നു അവന്. പ്രാർത്ഥന കേട്ടിരിക്കുക.
യോഗ്യരായ ഓരോരുത്തരെയും നിനക്ക് വേണ്ടി അധികം പ്രയോജനമുള്ളവരാക്കി ഇനി രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും മറുപടി നൽകുന്ന ദൈവവുമാകയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോൾ മുതൽ എപ്പോഴും വചനം സംസാരിച്ച ദൈവദാസനോടും കൂടെ ഇപ്പോഴെപ്പോഴും ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകി